തിരുവനന്തപുരം നഗരസഭ ബിജെപി കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ ആർ സുഗതനെ നെടുമങ്ങാട് കോടതിയിൽ എത്തിച്ചു. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമായിരിക്കെയാണ് വിയൂരിൽ നിന്ന് സുഗതനെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, സുഗതനെ കോടതിയിൽ എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ കേസ് ഇപ്പോൾ കോടതി എടുത്തിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, ഇന്നലെയാണ് ഈ കാപ്പ കേസ് പ്രതിയും കോൺഗ്രസ് കൗൺസിലറുമായ സുഗതനെ വിയ്യൂർ ജയിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. സുഗതൻ ഉൾപ്പെട്ട ഒരു വധശ്രമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് സുഗതനെ കോടതിയിൽ എത്തിച്ചത്. 11 മണിയോടുകൂടി ആദ്യ കേസായി തന്നെ സുഗതന്റെ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അന്വേഷണ സംഘം 2 ദിവസം സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്നതിൽ കൂടുതൽ വിവരങ്ങൾ, ഈ വധശ്രമ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനുമായാണ് 2 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അതിനുശേഷം സുഗതനെ ജയിലിലേക്ക് മാറ്റുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം സുഗതന്റെ വിഷയവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രതിസന്ധിയും പ്രതിഷേധവും ഒക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കൊക്കെ തന്നെ ഈ പ്രതിഷേധം നടന്നിരുന്നു. UDF കൗൺസിലർമാരും അതുപോലെ തന്നെ LDF കൗൺസിലർമാരും സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ പ്രതിഷേധം തുടരുന്നത്. ഈ 3 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടും. അതുകൂടി ആയിക്കഴിഞ്ഞാൽ BJPക്ക് ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിരിക്കും അത് സൃഷ്ടിക്കുക. കാരണം കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടും, ഭരണം തന്നെ തുലാസിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കടക്കാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ ഏതായാലും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി സുഗതനെ ഈ ഒരു ഉത്സവപ്പറമ്പിലെ വധശ്രമ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം വീണ്ടും വിയ്യൂർ ജയിലിലേക്ക് മാറ്റുമോ എന്നത് സംബന്ധിച്ച് തീരുമാനങ്ങളൊക്കെ തന്നെ അതിനുശേഷമായിരിക്കും ഉണ്ടാകുക. 11 മണിയോടുകൂടി സുഗതന്റെ കേസ് കോടതി പരിഗണിക്കും. അതെ, അന്വേഷണവുമായി ബന്ധപ്പെട്ട് സുഗതനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ആവശ്യം. ഈ ഒരു കേസ് 11 മണിക്കകം പരിഗണിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ.